കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിലെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒന്നാം അധ്യായമായ ബിസിനസ്, ട്രേഡ് ആൻഡ് കോമേഴ്സ്. ഈ വിഷയത്തിനകത്ത് ബിസിനസ്സിൻ്റെ അതുപോലെ തന്നെ കോമേഴ്സ്, ട്രേഡ് ഇവയുടെ ചരിത്രം, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഹ്യൂമൻ ബീയിങ്സ് നീഡ്സ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു സാറ്റിസ്ഫൈ ദെയർ നീഡ്സ്. മനുഷ്യൻ്റെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. നേരത്തെ നമുക്കറിയാം, നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന സാധനങ്ങൾ പരസ്പരം കൈമാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്ന ബാർട്ടർ സിസ്റ്റം എന്നൊരു സംവിധാനമാണ്. അതിനുശേഷമാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, സം പീപ്പിൾ എൻഗേജ് ഇൻ ദി പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് പീപ്പിൾ ഓഫ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളെയും ഉൽപ്പാദനവും വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ബിസിനസ് എന്ന് പറയുന്ന ഒരു പുതിയ മേഖല ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ബിസിനസ് പ്രൊഡ്യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഓർ പീപ്പിൾ. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ബിസിനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും നമ്മളതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതിൻ്റെ ചരിത്രം എന്താണ്, എങ്ങനെയാണ് ഇവ ഉത്ഭവിച്ചത്, ഇതിൻ്റെ ചരിത്രം എന്താണ്, ഇത്തരം ചരിത്രത്തിൻ്റെ ഒരു മേഖല കൂടി പഠിക്കുന്നതിന് നമുക്ക് ആ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകുന്ന ഒരു സംഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ്, ട്രേഡ് ആൻഡ് കോമേഴ്സ് ഈ വിഷയത്തെക്കുറിച്ചും നമ്മൾ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഇവിടെ നമ്മൾ ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സ്. അപ്പോൾ നമുക്കറിയാം, ദ എക്കണോമിക് ആൻഡ് കൊമേഴ്സ്യൽ ഇവല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും വാണിജ്യവുമായ ഡെവലപ്മെൻറ്റ്സ് പ്രധാനമായിട്ടും അതിൻ്റെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, ഭൗതിക സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ പ്രാചീന കാലത്ത് പ്രാചീന ഇന്ത്യയുടെ വാണിജ്യം പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത് ജലഗതാഗതത്തെയായിരുന്നു. ഇന്ത്യൻ വ്യവസായ മേഖലയിൽ ഉണ്ടായ വളർച്ചയ്ക്ക് ജലഗതാഗതത്തിന് പ്രധാനമായ ഒരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നത്, വിച്ച് ഹെൽപ് ടു ഡെവലപ്പ് കൊമേഴ്സ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടാക്ട് വിത്ത് ഏഷ്യ ആൻഡ് അതർ വേൾഡ് കൺട്രീസ്. ഇപ്പോൾ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായും അതുപോലെ ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളുമായും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യാപാര മേഖല, അത് പ്രധാനമായിട്ടും കരമാർഗവും അതുപോലെ ജലമാർഗവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വാണിജ്യ ശൃംഖല ഡെവലപ്പ് ചെയ്തിരുന്നു. ആ ശൃംഖലയ്ക്ക് പറയുന്ന പേരാണ് സിൽക്ക് റൂട്ട്. രണ്ടാമത് വരുന്ന മറ്റൊരു മേഖലയാണ് മെറിടൈം റൂട്ട്. മെറിടൈം റൂട്ട് പ്രധാനമായിട്ടും ബന്ധിപ്പിച്ചിരുന്നത് കിഴക്കു പടിഞ്ഞാറൻ മേഖലകളെയായിരുന്നു. ഇവിടെ പ്രധാനമായിട്ടും ട്രേഡ് ചെയ്യുന്നത് സ്പൈസസ്, അതായത് സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു പ്രധാനമായിട്ടും വ്യാപാരം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്പൈസ് റൂട്ട് എന്ന നിലയിലും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു, സമുദ്ര മേഖലയിലായിരുന്നു കൂടുതലും ട്രേഡ് നടന്നിരുന്നത്. സമുദ്രം വഴിയായിരുന്നു കച്ചവടങ്ങൾ നടന്നത്. പിന്നെ ലാൻഡ് മാർഗം, കരമാർഗവുമായിരുന്നു. അപ്പോൾ നമ്മുടെ വെസ്റ്റ് ഈസ്റ്റ്, പടിഞ്ഞാറ് കിഴക്കൻ രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാണിജ്യ ശൃംഖലയാണ് മെറിടൈം റൂട്ട്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പല വ്യഞ്ജനങ്ങളും അതുപോലെ സുഗന്ധദ്രവ്യങ്ങളും ആയിരുന്നു കടത്തിയിരുന്നത്, അല്ലെങ്കിൽ വ്യാപാരം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്പൈസ് റൂട്ട് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇന്ത്യൻ വാണിജ്യ വ്യവസായ മേഖലയിൽ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡിജിയസ് ബാങ്കിങ് സിസ്റ്റം, അതായത് പ്രാദേശികമായ ബാങ്കിങ് സംവിധാനമായിരുന്നു. നേരത്തെ നമ്മുടെ വാണിജ്യ മേഖലയിൽ, അതായത് നമ്മുടെ വ്യവസായ മേഖലയിൽ നമുക്ക് ഇന്ന് ഉപയോഗിക്കുന്ന കറൻസി നോട്ട്സിന് പകരം മെറ്റാലിക് മണിയായിരുന്നു ഉപയോഗിച്ചത്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും കൈമാറുന്നതിന് വേണ്ടി നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരു രീതി ആദ്യം നമ്മൾ പറഞ്ഞു ബാർട്ടർ സമ്പ്രദായമായിരുന്നു. ബാർട്ടർ സമ്പ്രദായത്തിന് ശേഷം
മെറ്റാലിക് മണി, ലോഹങ്ങൾ കൊണ്ടുള്ള നാണയങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഉപയോഗിച്ചത്, ലോഹ നാണയങ്ങൾ. അപ്പോൾ നമുക്ക് സിൽവർ നാണയങ്ങൾ, അതുപോലെ പിന്നെ ഗോൾഡൻ കോയിൻസ്, ഇത്തരം ചെമ്പ് നാണയങ്ങളും അതുപോലെ സ്വർണ്ണ നാണയങ്ങളൊക്കെ ആയിരുന്നു ആദ്യകാലങ്ങളിൽ നമ്മൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സാധനങ്ങളും സേവനങ്ങളും കൈമാറുന്നതിനുള്ള ഒരു മീഡിയമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് നമുക്ക് കുറേ കൂടി പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ സാധനങ്ങൾ കടമായി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പം മേക്ക് ദ വാറണ്ടി ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് മണി. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റ് നടക്കുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആകുമ്പോൾ അത് കടമായിട്ട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നപ്പോൾ ഈ ക്രെഡിറ്റ് സെയിൽസിൽ ഉണ്ടാകുന്ന പേയ്മെൻറ്റ്സിന് ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഉറപ്പ് കൊടുക്കുന്നതിന് വേണ്ടി പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ് ഹുണ്ടി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹുണ്ടി ഈസ് എ വാറണ്ടി വിച്ച് മേക്ക് വാറണ്ടി ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് മണി. ഇറ്റ് ഈസ് എൻ അൺകണ്ടീഷണൽ ഓർഡർ ഓർ പ്രോമിസ് കേപ്പബിൾ ഓഫ് ട്രാൻസ്ഫർ. It is an unconditional order or promise to pay a money or an amount of money on a future date. അപ്പോൾ നമ്മൾ കടമായിട്ട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് വേണ്ടി വാങ്ങിച്ച ആൾ വിറ്റ ആൾക്ക് എന്ത് ചെയ്യും, ഈ സാധനം വാങ്ങിയതിൻ്റെ എമൗണ്ട് ഒരു ഭാവിയിൽ ഒരു നിശ്ചിത ഡേറ്റിൽ ശേഷമോ അല്ലെങ്കിൽ ആ ഡേറ്റിൽ ഉള്ളിലോ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരുവിധ ഉപാധികളും ഇല്ലാതെ കൊടുക്കുന്ന ഒരു ഓർഡർ, ഒന്നിക്കലും ഒരു ആജ്ഞയോ അല്ലെങ്കിൽ ഒരു പ്രോമിസ്, ഒരു വാഗ്ദാനമോ ആണ് ഹുണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഹുണ്ടി നമുക്ക് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ട്രാൻസ്ഫർ, നമുക്ക് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മളിപ്പോൾ വേറൊരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഹുണ്ടി അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, മറ്റേ ആൾക്ക് നിന്നും പൈസ കളക്ട് ചെയ്യാനൊരു സൗകര്യം ലഭിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള സംവിധാനം നേരത്തെ പണ്ട് കാലങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് നമ്മുടെ നെക്സ്റ്റ് ആണ് ഇൻഡിജിനസ് ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് തന്നെ ഇൻഡിജിനസ് ബാങ്ക് ഇസ് ലെൻഡ് മണി. നമ്മൾ നേരത്തെ പല പ്രൈവറ്റ് ബാങ്കുകൾ, സ്വകാര്യ വ്യക്തികൾ എന്ത് ചെയ്യും, പണമായി നൽകുന്ന ഒരു സംവിധാനം നേരത്തെ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻഡിജിനസ് ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് ദേ ലെൻഡ് മണി ടു ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ട്രേഡ്. അപ്പോൾ പ്രധാനമായിട്ടും ആഭ്യന്തര വ്യാപാരത്തിനും അതുപോലെ തന്നെ വിദേശ വ്യാപാരത്തിനും അവർ ആവശ്യമായ പണം കടമായിട്ട് നൽകിയിരുന്നു. മണി ബിക്കം ദ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആഫ്റ്റർ ദാറ്റ് എ പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റാലിക് മണിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ മെറ്റാലിക് മണിക്ക് പകരം പിന്നെ എന്ത് കറൻസി ഒക്കെ വന്നു. അപ്പോൾ ഈ കറൻസി അതുപോലെ മെറ്റാലിക് മണി ബിക്കം ദ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, നമ്മൾ സാധനങ്ങളും സേവനങ്ങളും കൈമാറുന്നതിനുള്ള മീഡിയമായിട്ട് അതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് എന്ത് ചെയ്തു, മണി വന്നതോടുകൂടി ബിസിനസ് കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ബിക്കം പാർട്ട് ഓഫ് ഇക്കണോമിക് ലൈഫ്. അപ്പോൾ നമ്മൾ നേരത്തെ ജനങ്ങൾ പ്രധാനമായിട്ടും അവരുടെ വരുമാന സ്രോതസ്സായിട്ട് ഉപയോഗിച്ചിരുന്നത് അഗ്രികൾച്ചറും അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, അതായത് മൃഗപരിപാലനവും അതുപോലെ തന്നെ കൃഷിയുമായിരുന്നു ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം. അപ്പോൾ അവർ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് വിൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മൃഗപരിപാലനം, മൃഗങ്ങളെ വളർത്തുക, പശു, ആട്, അങ്ങനെയുള്ള കോഴി, അങ്ങനെയുള്ള മൃഗങ്ങളെ പരിപാലിക്കും, അവയുടെ മാംസവും പാലും വിറ്റുകൊണ്ട് ഒരു ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെ പ്രധാനമായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഡിപ്പെൻഡ്സ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. The indigenous banks provide loans to workshop. Workshop means it is also known as karkhana, in which skilled artisans worked and converted raw materials into finished goods. എന്നിത് പ്രധാനമായിട്ടും നേരത്തെ നമ്മൾ പരമ്പരാഗത വ്യവസായങ്ങൾ, ഇപ്പോൾ മൺപാത്ര നിർമ്മാണം, അതുപോലെ തന്നെ കൈത്തറി നിർമ്മാണം, കൈത്തറി മേഖല, ഇത്തരം മേഖലകളിൽ, അതുപോലെ തന്നെ പിന്നെ ഫേർണിച്ചർ നിർമ്മിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ പരമ്പരാഗതമായ ഫാമിലി ബേസ്ഡ് അപ്രന്റീസ്ഷിപ്പ്, ഇപ്പോൾ ഫാമിലി ആ കുടുംബത്തിലുള്ള ആളുകൾ ഒരു പർട്ടിക്കുലർ ജോലി, ഒരു പർട്ടിക്കുലർ തൊഴിൽ ചെയ്തുകൊണ്ട് അവർ ആ മേഖലയിൽ സ്കിൽഡ്, അതിൻ്റെ പ്രാവീണ്യമുള്ള കരകൗശല വിദഗ്ധന്മാരായിട്ട് മാറുകയും അവരത്തരം റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സായി മാറ്റുകയും അത് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്തു. അപ്പോൾ അതിന് പ്രത്യേകം ഒരു വർക്ക്ഷോപ്പുകൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് പറയുന്ന പേരാണ് കാർഖാന. അവിടെ എന്ത് ചെയ്യുന്നു, ഇൻഡിജിനസ് ബാങ്കിങ് സിസ്റ്റം, ഇൻഡിജിനസ് ബാങ്ക് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ അതിന് ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ഈ ഇൻഡിജിനസ് ബാങ്കിന് നല്ലൊരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് അതിന് ശേഷം ദർ മേ ബി
സം ഇൻ്റർമീഡിയറ്റ്സ്, ചില ഇടനിലക്കാരുകൾ വരികയുണ്ടായി. അപ്പോൾ ഇടനിലക്കാരുകൾ അവർ പ്രധാനമായിട്ടും പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഒരു സാമ്പത്തിക സംവരണം അല്ലെങ്കിൽ സാമ്പത്തികമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്താം. അപ്പോൾ അവർ നമ്മൾ എന്ത് ചെയ്യുന്നു, വെൻ ദ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറിസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചറും അനിമൽ ഹസ്ബൻഡറിയും ഒക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകൾ അല്ലെങ്കിൽ വരുമാന മാർഗങ്ങൾ. അപ്പോൾ അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കാനുള്ളൊരു സൗകര്യം ചെയ്ത് കൊടുക്കുകയും അതുപോലെ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുക. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന ഇൻഡിജിനസ് ബാങ്ക് പോലുള്ള സംവിധാനങ്ങൾ. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും വന്നിരുന്നത് ജഗത് സേസ് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് മുഗൾ ആൻഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് ഈ ഇൻഡിജിനസ് ബാങ്കിങ് സംവിധാനം അല്ലെങ്കിൽ ഈ പണം കടമായി നൽകുന്ന സംവിധാനം ചെയ്തിരുന്ന ചില കുടുംബങ്ങളെ, ചില ആളുകളായിരുന്നു, ചില പ്രത്യേക വിഭാഗമായിരുന്നു. അവരെ നമ്മൾ നേരത്തെ വിളിച്ചത് ജഗത് സേത്തുകൾ എന്നാണ്. അതിനുശേഷമാണ് ബാങ്കുകളുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയും ബാങ്ക് ആക്ട് ആസ് ട്രസ്റ്റീസ് ആൻഡ് എക്സിക്യൂട്ടേഴ്സ്. അപ്പോൾ ബാങ്കുകൾ ഡെവലപ്മെൻറ്റ് ചെയ്യുകയും ബാങ്കുകൾ ഉണ്ടാവുകയും അതായത് ഈ പ്രൈവറ്റ് ബാങ്കുകൾ പിന്നീട് എന്തായി പ്രൈവറ്റ് ബാങ്കുകളുണ്ടായി, പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് ബാങ്കുകൾ, പബ്ലിക് ബാങ്കുകളൊക്കെ ഡെവലപ്പ് ചെയ്യുകയും അത്തരം ബാങ്കുകൾ നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും ട്രസ്റ്റീസ്, സൂക്ഷിപ്പുകാരും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്സ് അവരുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ആളുകളായി മാറി. ദെൻ എമർജൻസ് ഓഫ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ലോൺസ്. ഇപ്പം അടുത്ത ഡെവലപ്മെൻറ്റ് പറയുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, കടമായിട്ട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ആളുകൾ മാറുകയും അതുപോലെ അവൈലബിലിറ്റി ഓഫ് ലോൺസ്, ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള സംവിധാനം. നമ്മൾ പറഞ്ഞ ഇൻഡിജിനസ് ബാങ്ക് പോലുള്ള ബാങ്കിങ് സംവിധാനത്തിലൂടെ ബിസിനസ്സുകാർക്ക് ആവശ്യമായ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയും ചെയ്തു. ബാങ്ക്സ് പ്രൊവൈഡ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ്. ഇത്രയും കാലങ്ങളിൽ പണ്ട് കാലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്കുകൾ ബിസിനസ്സുകാർക്ക് ആവശ്യമായ ഷോർട്ട് ടേം അതുപോലെ തന്നെ ലോങ് ടേം ലോണുകൾ, ദീർഘകാല വായ്പകളും ഹ്രസ്വകാല വായ്പകളും നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത വരുന്നത് ട്രാൻസ്പോർട്ട് പ്രൊവൈഡ് give more opportunities to business. നേരത്തെ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്താണ് പഴയ കാലങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആശ്രയിച്ചിരുന്നത് ലാൻഡ് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടായിരുന്നു. കരഗതാഗതവും അതുപോലെ തന്നെ എന്താ ജലഗതാഗതവുമായിരുന്നു പ്രധാനമായിട്ടും ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്ന് മാരിടൈം ട്രേഡ് റൂട്ടാണ്. അപ്പോൾ മാരിടൈം ട്രേഡ് റൂട്ടിൽ ഗ്ലോബൽ ട്രേഡ് നെറ്റ്വർക്ക്, മലബാർ കോസ്റ്റ്, അത് മുസാരിസ് അതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഗ്ലോബൽ ട്രേഡ് നെറ്റ്വർക്ക് നമുക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഗതാഗത ശൃംഖല സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വളരെയധികം നേട്ടമുണ്ടാക്കിയൊരു മേഖലയാണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് ബിക്കം ദ മെയിൻ സെൻറ്റർ ഓഫ് ബിസിനസ്. ദിസ് ഫോർ പെപ്പർ വിച്ച് ഈസ് കോൾഡ് ബ്ലാക്ക് ഗോൾഡ്. പെപ്പർ നമുക്കറിയാം, കുരുമുളക് വളരെയധികം വ്യവസായ മേഖല പണ്ട് കാലത്ത് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ബിസിനസ് ചെയ്തിരുന്ന ഒരു മേഖലയാണ് പെപ്പർ. അതുപോലെ ഡയമണ്ട്, മറ്റൊന്ന് കോട്ടൺ. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളിലേക്ക് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ കയറ്റുമതി നൽകിയിരുന്നത് പെപ്പർ, അതുപോലെ തന്നെ ഡയമണ്ട്, കോട്ടൺ ഇവയൊക്കെയായിരുന്നു. ട്രാൻസ്പോർട്ട് പ്ലേസ് an important role in the development of business. Then certain trading communities were developed. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല രീതിയിലുള്ള ആളുകൾ പ്രത്യേക ഒരു ബിസിനസ്സിലേക്ക് കേന്ദ്രീകരിക്കും. അങ്ങനെ ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ്, ഒരു വ്യാപാര സമുദായം, അത് സമൂഹം തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നോർത്തേൺ റീജിയൻ, വടക്കൻ മേഖലകളിൽ പഞ്ചാബികളും മുൽട്ടാനികളുമായിരുന്നു ഈ മേഖലയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇനി ഗുജറാത്തിൽ രാജസ്ഥാനിൽ വരികയാണ് ബഡ്സാണ്. വെസ്റ്റേൺ ഇന്ത്യയിൽ മഹാജൻസ് എന്നും സൗത്ത് ഇന്ത്യയിൽ ചാർട്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു. അർബൻ സെൻറ്റേഴ്സിൽ നാഗ ഷേർട്ടായിരുന്നു. പ്രൊഫഷണൽ ഗ്രൂപ്പ്സ്, അതായത് വൈദ്യ്, അതുപോലെ തന്നെ വക്കീല്, അങ്ങനെ പണ്ഡിറ്റ്, അങ്ങനെയുള്ള മുല്ല, അങ്ങനെയുള്ള പ്രൊഫഷണൽ ഗ്രൂപ്പ്സ്, അതായത് പണ്ഡിതന്മാർ. ഇപ്പം കാശ്മീരിലൊക്കെയാണ് പണ്ഡിതന്മാരുണ്ടായിരുന്നു. അതുപോലെ മുല്ലാക്കന്മാർ, വക്കീലന്മാർ, കേസുകളൊക്കെ വാദിക്കുന്നതിന് വക്കീലന്മാരുണ്ടായിരുന്നു. വൈദ്യന്മാരുണ്ടായിരുന്നു. ചില പ്രത്യേക പ്രൊഫഷണൽ പ്രത്യേക മേഖലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരെന്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അവരുടെ പ്രവർത്തന മേഖല പ്രത്യേക മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മേഖലകളിൽ അവർ പ്രത്യേകം പ്രൊഫഷണലായി മാറുന്ന ഒരു സംവിധാനത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. മർച്ചന്റ് കോർപ്പറേഷൻസ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ട്രേഡേഴ്സ്. വ്യവസായികളുടെ വ്യാപാരികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി
ഒരു സ്വയംഭരണമായിട്ടുള്ള ഒരു കോർപ്പറേഷൻസ് അവർ ഡെവലപ്പ് ചെയ്യുകയും അവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. ദെയർ ഓൺ റൂൾസ് ഫോർ മെമ്പർഷിപ്പ്, അവർക്ക് എന്താണ് മെമ്പർഷിപ്പ് നൽകുന്നതിന് അവരുടേതായ പ്രത്യേകം നിയമങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഡ് ഓഫ് കോണ്ടക്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ പ്രൊഫഷണൽ വരുമ്പോൾ ഇപ്പം പിന്നെ ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ വക്കീലന്മാർ, അല്ലെ LLB ഒക്കെ അവർക്ക് ബാർ കൗൺസിൽ, അതുപോലെ IMA ഉള്ള അസോസിയേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പണ്ട് കാലത്തും ഇത്തരം അസോസിയേഷനുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ചരിത്രരേഖകൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദർ മേ ബി പ്രൊഫഷണൽ കോഡ് ഓഫ് കോണ്ടക്ട്. അപ്പോൾ ഓരോ പ്രൊഫഷനും അവരുടേതായ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ നിന്നിരുന്നു. ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ടാക്സ് become the major source of revenue. ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ മാർഗം എന്തായിരുന്നു? ട്രേഡും ഇൻഡസ്ട്രി ടാക്സും, വ്യാപാര വ്യവസായ നികുതികളായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ചാർജസ് ഇമ്പോർട്ട് ടാക്സസ്, ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ്. അപ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പ്രത്യേകം നികുതികൾ ചാർജ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ഓക്ട്രോയ്. ഓക്ട്രോയ് എന്ന പേരിൽ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് പ്രത്യേകം ഒരു നികുതി ചാർജ് ചെയ്തിരുന്നു. അതുപോലെ കസ്റ്റംസ് ഡ്യൂട്ടി, ഫെറി ടാക്സ്, ലേബർ ടാക്സ്, ഇതൊക്കെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളായിരുന്നു. താരിസ് വേരിയൻ പ്രൊവിഷൻസീസ്. നേരത്തെ പ്രൊവിഷൻസ് നമ്മൾ ഓരോ സ്റ്റേറ്റിന് പറയുന്നതിന് പകരം ഇന്നിപ്പോൾ നമ്മളോരോ സ്റ്റേറ്റ്, അത് കേരള സ്റ്റേറ്റ്, കർണാടക സ്റ്റേറ്റ് എന്ന് പറയുന്നത് പണ്ട് ഓരോ പ്രൊവിഷൻസ് ആയിരുന്നു. ആ പ്രൊവിഷൻസിൽ ഓരോ പ്രൊവിഷൻസിനും എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സസ് ആയിരുന്നു. പല രീതിയിലുള്ള നികുതികളായിരുന്നു പല പ്രൊവിഷൻസിലും ചുമത്തിയിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ആണ് മേജർ ട്രേഡ് സെൻറ്റേഴ്സ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ് എന്ന് ഒന്ന് പോർട്ട് ടൗൺസ്. പോർട്ട് ടൗൺസ് എന്ന് നമുക്കറിയാം കടൽ തീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന കടൽ മാർഗമായിരുന്നു പ്രധാനമായിട്ടും എന്തുണ്ടായിരുന്നത് ബിസിനസ് നടന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോർട്ട് ടൗൺസ്, പോർട്ടിനോട് അനുബന്ധിച്ച് നമ്മുടെ തുറമുഖങ്ങളോടനുബന്ധിച്ച് പുതിയ പുതിയ ടൗണുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പോർട്ടിലാണ് നമുക്ക് തുറമുഖങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. കടൽ മാർഗമായിരുന്നു കൂടുതൽ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോർട്ടിനോടനുബന്ധിച്ച് ഈ തുറമുഖങ്ങളോടനുബന്ധിച്ച് പുതിയ പുതിയ ടൗണുകൾ വികസിച്ച് വരുന്ന ഒരു സംവിധാനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്താ മാനുഫാക്ചറിങ് ടൗൺസ് വേർ ദ ഗുഡ്സ് ആർ മാനുഫാക്ചർഡ്. ഇപ്പോൾ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു മാനുഫാക്ചറിങ് ടൗൺ ചില മേഖലകളിൽ ചില പ്രത്യേക പ്രൊഡക്ട്സുകൾ പ്രത്യേക രീതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, ആ മേഖലയിലുള്ള ആളുകൾ ആ പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവിടെ വരെ നിന്നും ഒരു മാനുഫാക്ചറിങ് ടൗൺ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ മെർക്കൻറ്റൈൽ ടൗൺ. ഈ സാധനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി ആഴ്ചച്ചന്തകൾ, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ഒരു മെർക്കൻറ്റൈൽ ടൗൺ വിൽപ്പന കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. പിന്നെ സേക്രഡ് സെൻറ്റേഴ്സ് നമുക്ക്, അതുപോലെ പിൽഗ്രിമേജ് ടൗൺസ്. അപ്പോൾ നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളും അതുപോലെ നമ്മുടെ എന്ത് ചെയ്യുക തീർത്ഥാടന കേന്ദ്രങ്ങളും ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുപാട് ബിസിനസ്സുകൾ അവിടെ പല ആളുകളും വരികയും ഇപ്പം ഈ ആരാധനാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ എന്ത് ചെയ്യുക തീർത്ഥാടന കേന്ദ്രങ്ങളിലും പല സ്ഥലത്തു നിന്നും ആളുകൾ അവിടെ കേന്ദ്രീകരിക്കുന്നു. പല സമയത്ത് ഉത്സവ സമയങ്ങളിലും അല്ലെങ്കിൽ മറ്റു സീസണുകളിൽ, പ്രത്യേക സീസണുകളിൽ ആളുകൾ കേന്ദ്രീകരിക്കും. അതിനോടനുബന്ധിച്ച് ഒരു ബിസിനസ് ടൗൺസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞത്. നമുക്ക് ഏതൊക്കെയാണ് മേജർ ടൗൺസ് നോക്കാം. അപ്പോൾ ഒന്നാമത് വരുന്നത് പാടലിപുത്രയാണ്. പാടലിപുത്ര മീൻസ് ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ ടൗൺ, ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. നൗ ഇറ്റ് ഈസ് ഇൻ ബീഹാർ സ്റ്റേറ്റ്. ബീഹാർ സ്റ്റേറ്റിലാണ് ഇന്ന് അത് സ്ഥിതി ചെയ്യുന്നത്. നൗ ഇറ്റ് ഈസ് നോൺ ആസ് പാറ്റ്ന. ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയായിരുന്നു അത്. പണ്ട് അതിൻ്റെ പേര് പാടലിപുത്ര ആയിരുന്നു. ഇറ്റ് ഈസ് എ മേജർ സെൻറ്റർ ഫോർ എക്സ്പോർട്ട് ഓഫ് സ്റ്റോൺസ്. അവിടെ പ്രധാനമായിട്ടും വൈരക്കല്ലുകളും രത്നക്കല്ലുകളും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു മേഖലയായിരുന്നു, കയറ്റുമതി ചെയ്യുന്ന ഒരു മേഖല. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് കയറ്റുമതിയിലൂടെ, അതായത് ഈ രത്നക്കല്ലുകളുടെയും അതുപോലെ തന്നെ വൈരക്കല്ലുകളുടെയും കയറ്റുമതിയിലൂടെ നല്ലൊരു വരുമാനം നൽകിയിരുന്ന ഒരു വ്യവസായ കേന്ദ്രമായിരുന്നു പാടലിപുത്ര എന്നറിയപ്പെടുന്ന ഇന്നത്തെ പാറ്റ്ന. നെക്സ്റ്റ് വരുന്നത് പെഷവാറാണ്. പെഷവാർ എന്ന് പറയുമ്പോൾ നൗ ഇറ്റ് ഈസ് നോട്ട് ഇൻ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ന് ഈ സ്ഥലം എന്തല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമല്ല. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയെ പാകിസ്ഥാനും ഇന്ത്യയുമായി രണ്ടായി വിഭജിച്ചപ്പോൾ പെഷവാർ പാകിസ്ഥാൻ്റെ ഭാഗമായി മാറി. ഇറ്റ് എക്സ്പോർട്ട് സെൻറ്റർ ഓഫ് വൂൾ ആണ് നമ്മുടെ വൂൾ വസ്ത്രങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട
എക്സ്പോർട്ട് സെൻറ്റർ ആയിരുന്നു പെഷവാർ. ഇമ്പോർട്ട് ഓഫ് ഹോഴ്സസ് കുതിരകളെ ഇറക്കുമതി ചെയ്തിരുന്നു അവിടെ പ്രധാനമായിട്ടും. പിന്നെ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് വിത്ത് ഇന്ത്യ, ചൈന ആൻഡ് റോം. ചൈനയും റോമുമായിട്ട് ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നത് പെഷവാറിലൂടെയായിരുന്നു. അപ്പോൾ പെഷവാർ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ സെയിൽ ഓർ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന ആൻഡ് ഇന്ത്യ ആൻഡ് റോം. ഇന്ത്യ, ചൈന, റോം ഈ 3 രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ നടന്നിരുന്ന ഒരു മേഖലയാണ് പെഷവാർ എന്നറിയപ്പെടുന്ന സ്ഥലം. തേർഡ് വൺ ഈസ് മൂന്നാമത് ടാക്സാലിയാണ്. ഈസ് എ പ്ലേസ് ഓഫ് ബുദ്ധിസ്റ്റ് സെൻറ്റർ ഓഫ് ലേണിംഗ്. ബുദ്ധന്മാരുടെ ഒരു പഠന കേന്ദ്രമായിരുന്നു ടാക്സാലിയ. ഈസ് കോൾഡ് സിറ്റി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കിങ് സംവിധാനമായിരുന്നു അവിടെ കൂടുതലായിട്ടും നടന്നിരുന്നത്. അപ്പോൾ ദേ കോൺസെൻട്രേറ്റ് ഓൺ ബാങ്കിങ് ഇൻഡസ്ട്രീസ് ഓർ ബാങ്കിങ് ബിസിനസ്. ഇമ്പോർട്ടൻറ്റ് ലാൻഡ് റൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് സെൻട്രൽ ഏഷ്യ. മധ്യ ഏഷ്യയും ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യാപാര ശൃംഖല അവിടെ ഉണ്ടായിരുന്നു. ദ മെയിൻലി കോൺസെൻട്രേറ്റ് ഓൺ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. പ്രധാനമായിട്ടും ബാങ്കിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിലായിരുന്നു ഇവിടെ കേന്ദ്രീകരിച്ചിരുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ ഈസ് ഇന്ദ്രപ്രസ്ഥ. ഇന്ദ്രപ്രസ്ഥ എന്നുള്ളത് ഇന്നത്തെ പേര് ന്യൂഡൽഹിയാണ്. നൗ ഇറ്റ് ഈസ് നോൺ ആസ് ന്യൂഡൽഹി. ഇന്നത്തെ നമ്മുടെ ഈ ന്യൂഡൽഹിയാണ് പണ്ട് ഇന്ദ്രപ്രസ്ഥ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ ജംഗ്ഷൻ ഓൺ ദ റോയൽ റോഡ് വെയർ മോസ്റ്റ് റൂട്ട്സ് ലീഡിംഗ് ടു ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ആൻഡ് നോർത്ത് ആർ കണക്റ്റഡ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ 4 ഭാഗത്തോടെ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് മേഖലകളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് ഗതാഗതം ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഡൽഹിയിലെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ജംഗ്ഷൻ, ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ഡൽഹി. ഡൽഹി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഇന്ദ്രപ്രസ്ഥ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ബിസിനസ്. ഇന്ത്യയുടെ ബിസിനസ് മേഖലകളിൽ, വ്യാപാര മേഖലകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു പ്ലേസാണ് ഇന്ദ്രപ്രസ്ഥ. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ഈസ് മധുര. An important of trade and people here subsisted on commerce. പ്രധാനമായിട്ടും എന്താണ് വ്യാപാര മേഖലകളെ. മെനി റൂട്ട്സ് കണക്റ്റഡ് ഫ്രം സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതായത് നമ്മുടെ മധുര എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ടും എന്താണ് എംപോറിയം ഓഫ് ട്രേഡ്, വ്യാപാര മേഖലയുടെ ഒരു കേന്ദ്രമായിരുന്നു ഇത്. അതുപോലെ തന്നെ അവിടെ വ്യവസായ മേഖലകളും വ്യാപാരങ്ങളും സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയും അതുപോലെ ഇറക്കുമതി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തെക്കേ ഇന്ത്യയിൽ ബന്ധിപ്പിക്കുന്ന. ഇത് നമ്മൾ തമിഴ്നാടിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം അവിടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ബിസിനസ്സുകൾ പണ്ട് കാലങ്ങളിൽ ഇവിടെ നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സിക്സ്ത് വൺ ഈസ് വാരാണസി. ഇതിലെ ബോത്ത് ഓൺ ഗംഗിസ്റ്റിക് ആൻഡ് റൂട്ട് ആൻഡ് ഓൺ ദി ഹൈവേ ദാറ്റ് ലിങ്ക്ഡ് നോർത്ത് വിത്ത് ഈസ്റ്റ്. നേരത്തെ നമ്മൾ ഗംഗാ തീരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ തെക്ക്, വടക്ക്, കിഴക്ക് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹൈവേ പ്രധാനമായിട്ടും ഇവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ മേജർ സെൻറ്റർ ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. പ്രധാനമായിട്ടും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ആയിരുന്നു, വസ്ത്രവ്യാപാരങ്ങളായിരുന്നു ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ആൻഡ് ബിക്കം ഫേമസ് ഫോർ ബ്യൂട്ടിഫുൾ ഗോൾഡ് സിൽക്ക് ക്ലോത്ത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് സിൽക്ക് ഗോൾഡ് ക്ലോത്താണ്. അതുപോലെ തന്നെ സാൻഡ്വുഡ് വർക്ക്മാൻഷിപ്പ്, ഈ സാൻഡ്വുഡ് കൊണ്ടുള്ള വർക്ക്മാൻഷിപ്പ്, ചന്ദനത്തിന് കൊണ്ടുള്ള വ്യാപാരവും ഇവിടെ പ്രധാനമായി നടന്നിരുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് ഗോൾഡ് സിൽക്ക് ക്ലോത്ത്, സ്വർണ്ണ നിറമുള്ള സിൽക്ക് ക്ലോത്ത് തുണികൾക്ക് വളരെയധികം പ്രശസ്തി ഉണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെയുള്ള ഈ ഗോൾഡ് സിൽക്ക് ക്ലോത്തിന് വളരെയധികം ഡിമാൻഡ് ഉണ്ടായിരുന്നെന്ന്. അതുപോലെ ഇറ്റ് ലിങ്ക്സ് വിത്ത് ടാക്സാലി ആൻഡ് ബറൂച്ചിനെയും ടാക്സാലിയെയും ബന്ധിപ്പിച്ചിരുന്ന മറ്റൊരു സെൻറ്റർ കൂടിയാണ് വാരാണസി. നെക്സ്റ്റ് സെവൻത് വൺ ഈസ് മിഥില. ദ ട്രേഡേഴ്സ് ക്രോസ്ഡ് ദ സീസ് ബൈ ബോട്ട്സ് ത്രൂ ദ ബേ ഓഫ് ബംഗാൾ ടു സൗത്ത് ചൈന. അപ്പോൾ സൗത്ത് ചൈനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ബംഗാൾ ഉൾക്കടലിലൂടെ വ്യാപാരം നടത്തുന്നതിനുള്ള ഒരു മേഖലയായിരുന്നു മിഥില എന്ന് പറയുന്നത്. ട്രേഡഡ് അറ്റ് പോർട്സ് ഓൺ ദി
of Java, Samudra and Borneo. Established trading colonies in South China. അപ്പോൾ ഇവിടെ മിഥിലയിലുള്ള ആളുകൾ തെക്കൻ ചൈനയിൽ പ്രത്യേക ട്രേഡിംഗ് കോളനികൾ, വ്യാപാര കോളനികൾ സ്ഥാപിച്ചിരുന്നു. നമുക്കറിയാം പണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും മറ്റുള്ളവരൊക്കെ കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ, ഈ മിഥിലയിലുള്ള ആളുകൾ എന്താണ്, അവിടുത്തെ വ്യാപാരികൾ ചൈനയിൽ പ്രത്യേക തെക്കൻ ചൈനയിൽ പ്രത്യേക ട്രേഡിംഗ് കോളനികൾ, വ്യാപാര കോളനികൾ സ്ഥാപിക്കാൻ സാധിച്ചിരുന്നു. ഇതാണ് സൗത്ത് ചൈനയുമായിട്ടായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട വ്യവസായ വാണിജ്യ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തത് ഉജ്ജയിനാണ്. ഉജ്ജയിൻ അഗൈറ്റ്, കാരന്റ് ലൈൻ, മുസ്ലിം ആൻഡ് മലോ ക്ലോത്ത് വെയർ എക്സ്പോർട്ടഡ് ടു ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ്. പ്രധാനമായിട്ടും ക്ലോത്തുകൾ, തുണി വ്യാപാരമായിരുന്നു, ടെക്സ്റ്റൈൽ വ്യാപാരമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. ഇറ്റ്സ് ഓൾസോ ഹാഡ് ട്രേഡ് റിലേഷൻസ് ബൈ ലാൻഡ് റൂട്ട് വിത്ത് ടാക്സാലിയൻ പെഷവാർ. പെഷവാറുമായിട്ടും ടാക്സാലിയുമായിട്ടും കരമാർഗം ഇവർക്ക് ബിസിനസ് നടത്താൻ സാധിച്ചിരുന്നു. നെക്സ്റ്റ് 9th one is സൂരറ്റ്. ഇറ്റ് ഈസ് എൻ എംപോറിയം ഓഫ് വെസ്റ്റേൺ ട്രേഡ് ഡ്യൂറിങ് ദ മുഗൾ പീരിയഡ്. മുഗൾ കാലത്ത്, മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് വെസ്റ്റേൺ ട്രേഡ്, പടിഞ്ഞാറൻ വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു സൂരറ്റ്. ഫേമസ് ഫോർ ടെക്സ്റ്റൈൽസ്. ഇവിടെ സാരീസ് ആയിരുന്നു, ഗോൾഡൻ ബോർഡറോട് കൂടിയ സാരികൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കയറ്റുമതി സാധനമായിരുന്നു, അല്ലെ കയറ്റുമതി ചെയ്യുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു ഗോൾഡ് ബോർഡേഴ്സോട് കൂടിയ സാരികൾ. സൂറത്ത് ഹുണ്ടീസ് വാസ് ആക്സെപ്റ്റഡ് ഇൻ ഈജിപ്റ്റ് ആൻഡ് ഇറാൻ മാർക്കറ്റ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഹുണ്ടികൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലുള്ള, അല്ലെങ്കിൽ നമ്മളൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മീഡിയമായിരുന്നു ഹുണ്ടീസ്. ഈ ഹുണ്ടീസ് ഈജിപ്തിലും അതുപോലെ ഇറാൻ മാർക്കറ്റിലും ആക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ അന്ന് തന്നെ ഇത്തരം മേഖലകൾ, അതായത് ഈജിപ്തിലും ഇറാൻ മാർക്കറ്റിലും സൂരത്തിൽ നിന്നും ഉണ്ടാകുന്ന ഹുണ്ടികൾ ആക്സെപ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത്രയധികം ബിസിനസ്സുകൾ നമ്മൾ ഈ ഈജിപ്തുമായിട്ടും ഇറാനും ഒക്കെ ആയിട്ട് ഈ സൂരത്തിലുള്ള ആളുകൾ, വ്യാപാരികൾ നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറ്റ് ഈസ് ഫേമസ് ഫോർ കാഞ്ചി സിൽക്ക്. നമുക്കറിയാം ചൈനീസ് കംസ് ടു പർച്ചേസ് പേൾസ്, ഗ്ലാസ് ആൻഡ് റയർ സ്റ്റോൺസ്. സോൾഡ് ഗോൾഡൻ സിൽക്ക് സാരികൾ, കാഞ്ചി സാരികൾ നമുക്കിന്നും പ്രസക്തിയാണ്. ഇപ്പോൾ ചൈനീസുകാരാണ് പ്രധാനമായിട്ടും ഇവിടെ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പോൾ കാഞ്ചിയിലുള്ള വ്യാപാരികൾ പ്രധാനമായിട്ടും ചൈനീസിലുള്ള ആളുകളുമായിട്ടാണ് വ്യവസായം നടത്തുന്നത്. പർച്ചേസ് പേളുകൾ, അതുപോലെ തന്നെ ഗ്ലാസ്, റയർ സ്റ്റോൺസ്, അമൂല്യമായ രത്നങ്ങൾ, ഇതൊക്കെ കാഞ്ചിയിൽ നിന്നും വിൽപ്പന നടത്തിയിരുന്നു. അപ്പോൾ കാഞ്ചി ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അമൂല്യമായ രത്നങ്ങൾ, അതുപോലെ തന്നെ ഗോൾഡ്, സ്വർണ്ണങ്ങൾ, സിൽക്ക്, പേള്, മുത്തുകൾ, ഗ്ലാസുകൾ, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വ്യാപാര മേഖലകൾ. നെക്സ്റ്റ് വരുന്നത് മധുരയാണ്. ക്യാപിറ്റൽ ഓഫ് പാണ്ഡ്യ രാജാക്കന്മാരുടെ കേന്ദ്രമായിരുന്നു, തലസ്ഥാനമായിരുന്നു മധുര. പേൾ ഫിഷറീസ്, അതായത് പേൾ ഫിഷറീസ്, മുത്തുകൾ, വൈഡൂര്യങ്ങൾ, ചിപ്പുകളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും വിറ്റിരുന്നത്. അട്രാക്ട്സ് റോമൻ ഫോർ ഓവർസീസ് ട്രേഡ്. പ്രധാനമായിട്ടും റോമൻകാരായിരുന്നു ഇവിടെ ബിസിനസ് നടത്തിയിരുന്നത്. റോമക്കാരുമായിട്ടായിരുന്നു പ്രധാനമായിട്ടും ഇവിടെ ബിസിനസ് നടന്നിരുന്നത്. ഇതിപ്പോൾ യുപിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗമാണ്. യുപി സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഈ മധുര സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് 12th one ബ്രോച്ചാണ്. ഗ്രേറ്റസ്റ്റ് സീറ്റ് ഓഫ് ട്രേഡ്. പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ഇന്ത്യയിലെ, പ്രാചീന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ബ്രോച്ച്. ഇറ്റ് ഈസ് വെസ്റ്റേൺ ഇന്ത്യ, പടിഞ്ഞാറൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ലിങ്ക്ഡ് വിത്ത് ഓൾ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് റോഡ്വേസ്. എല്ലാ ഭാഗങ്ങളുമായിട്ടും എല്ലാ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുമായിട്ട് റോഡ് മാർഗം, കരമാർഗം ഗതാഗത സൗകര്യമുണ്ടായിരുന്ന ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ബ്രോച്ച്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് ബിസിനസ്സുകൾ, പല രീതിയിലുള്ള ബിസിനസ്സുകൾ നടന്നിട്ടുണ്ട്. കാരണം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായിട്ട് റോഡ് ഗതാഗതം ഉള്ളത് കൊണ്ട് തന്നെ, അത് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ബിസിനസ് നടത്താൻ വേണ്ടി ഇവിടെ സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് കാവേരിപ്പട്ടയാണ്. ഇറ്റ് വാസ് സയൻറ്റിഫിക് ഇൻ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ആസ് സിറ്റി. അത് പണ്ട് കാലത്ത് തന്നെ ശാസ്ത്രീയമായി നിർമ്മിച്ച ഒരു നഗരമായിരുന്നു കാവേരിപ്പട്ട. അതുപോലെ തന്നെ കൺവീനിയൻറ്റ് പ്ലേസ് ഫോർ
ട്രേഡ് വിത്ത് മലേഷ്യ, ഇന്തോനേഷ്യ, ചൈന. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും ഇവർ ബിസിനസ് നടത്തിയിരുന്നത് മലേഷ്യ, ഇന്തോനേഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുമായിട്ടായിരുന്നു പ്രധാനമായിട്ടും ബിസിനസ് നടത്തിയിരുന്നത്. ഇതിന് അതിനുള്ള ഒരു സൗകര്യം, അവിടെ അതിനുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സയൻറ്റിഫിക്കായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സിറ്റിയാണ്. അപ്പോൾ അതിന് തന്നെ അതിൻ്റേതായ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരുപാട് ബിസിനസ് നടത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. തമ്പ്രാൽറ്റിയാണ്. തമ്പ്രാൽറ്റി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് പോർട്ട് കണക്റ്റഡ് ബൈ ലാൻഡ് ആൻഡ് സീ, അതായത് കടൽ മാർഗവും കരമാർഗവും ബന്ധിപ്പിക്കാൻ, തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന, തുറമുഖങ്ങളെ കരമാർഗമായും കടൽമാർഗമായും ബന്ധിപ്പിക്കുന്ന വളരെയധികം ബിസിനസ് സാധനങ്ങളുള്ള ഒരു മേഖലയായിരുന്നു ട്രാൻസ്പോർട്ട്. ലിങ്ക്ഡ് ടു ബനാറസ് ആൻഡ് ടാക്സാല, ബനാറസും അത് ടാക്സാലയുമായിട്ട് കണക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരുപാട് നല്ല ബിസിനസ്സുകൾ, ഒരുപാട് ബിസിനസ് നടത്താൻ പറ്റിയൊരു മേഖലയായിരുന്നു. ഇന്ത്യൻ ബിസിനസ് മേഖലയിൽ ഒരുപാട് വികസനങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് സംഭാവനകൾ നൽകാൻ പറ്റിയൊരു വ്യാപാര മേഖലയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത് സ്പൈസസ്, വീറ്റ്, ഷുഗർ, ഇൻഡിഗോ, ഓപ്പിയം, സീം ഓയിൽ, കോട്ടൺ, പാരറ്റ്, ലൈവ് ആനിമൽസ് ആൻഡ് ആനിമൽ പ്രോഡക്ട്സ്, ഹൈഡ്സ്, സ്കിൻസ്, ഫേഴ്സ്, ഹോൺസ്, ടോർട്ടോയിസ്, ഷെൽസ്, പേൾസ്, സാപ്ലേഷ്, കോഡ്സ്, ക്രിസ്റ്റൽ, ലാപ്പിസ്, ലെസിൽ, ഗ്രാനൈറ്റ്സ്, ഇതൊക്കെയായിരുന്നു കോപ്പർ എക്സെട്ര. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കയറ്റുമതി ഉൽപ്പന്നങ്ങൾ. ഇത് പ്രധാനപ്പെട്ട ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് ഇറക്കുമതി ചെയ്യുന്ന ഹോഴ്സസ്, ആനിമൽ പ്രോഡക്ട്സ്, ചൈനീസ് സിൽക്ക്, ഫ്ലാക്സ് ആൻഡ് ലിനൻ, വൈൻ, ഗോൾഡ്, സിൽവർ, ടിൻ, കോപ്പർ, ലെഡ്, റൂബീസ്, കോറൽ, ഗ്ലാസ്, ആംബർ എക്സെട്ര. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇറക്കുമതി ഉൽപ്പന്നങ്ങൾ. നമ്മുടെ പ്രധാനപ്പെട്ട ഇറക്കുമതി ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചരിത്രം, ബിസിനസ്സിൻ്റെ, കോമേഴ്സിൻ്റെ, ഇന്ത്യയുടെ ഒരു ചരിത്രം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയുടെ വാണിജ്യവും വ്യവസായവുമായ ചരിത്രത്തെക്കുറിച്ച് ഒരു ധാരണ ലഭിച്ചിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.